എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ മിഷൻ ഫസ്റ്റ് റാങ്ക് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, 10 മലയാളം ക്വസ്റ്റ്യൻസും 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് suitably using the appropriate clause. She dashed the examination if she had studied well. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ അത് നേരെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇഫ് വെച്ചിട്ടുള്ളതാണ്. അവിടെ ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട്, അതായത് ഇവിടെ ഫസ്റ്റ് പാർട്ടായിട്ട് കൊടുക്കുന്നിടത്ത് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഹാസ് ഹാർഡ്ലി എനി മണി. ഓക്കെ, ഇവിടെ പലർക്കും തെറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് ഹാസ് ഹി അല്ലെങ്കിൽ ഹാസ് ഇൻ ഹി കൊടുക്കും, ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അത് കറക്റ്റായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. അതായത് ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാസ് ഇൻ ഹി എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായാലും വരില്ല. പിന്നെ ഇവിടെ ഹാസ് എന്ന് പറയുന്നത്, ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹാസ് എന്ന് പറയുന്നത് പൊസഷൻ, അതായത് ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൻ വെർബായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഓക്സിലറി വെർബായിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ഹാസ് എന്ന് പറയുന്നത് ഉണ്ട്. നമുക്കറിയാം ഉണ്ട് അല്ലെങ്കിൽ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ വെർബായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഹാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് മെയിൻ വെർബുകൾ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹാവ് വെച്ചിട്ട് രണ്ട് വെർബുകൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഉണ്ട് അല്ലെങ്കിൽ കഴിച്ചു എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹാസിന് സ്പ്ലിറ്റ് ചെയ്യണം. ഹാസിന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡസ് പ്ലസ് ഹാവ് ആയിട്ട് മാറും. ഹാവ് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ ഹാവ് ആണ് ബേസ് ഫോം. അപ്പോൾ ഇവിടെ ഹാസ് പ്ലസ് ഡസ് പ്ലസ് ഹാവ് എന്ന് വന്നു. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഡസ് ആണ്. അതുകൊണ്ട് ഡസ് ഹി ആണ് വരേണ്ടത്. റിപ്പോർട്ട് ദ സെൻറ്റൻസ് പ്രോപ്പർലി. ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൽ? ദ ടീച്ചർ സെഡ് ടു മീ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇഫ് അല്ലെങ്കിൽ വെദർ വരണം. അപ്പോൾ ഇവിടെ ആൻസർ എയും ബിയും ക്യാൻസലായി. ഇഫ് അല്ലെങ്കിൽ വെദർ വന്നിട്ടുള്ളത് രണ്ട് സെൻറ്റൻസിലാണ്. ഇനി ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി തെറ്റാവാൻ കാരണം ആസ്ക്ഡ് മീ എന്ന് പറഞ്ഞിട്ട് ഹാവ് കൊടുത്തിട്ടുണ്ട്. അതായത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഓപ്ഷൻ സി തെറ്റായത്. അതായത് ഇവിടെ ആസ്ക്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ മുഴുവൻ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് മെറ്റ് ദ പ്രിൻസിപ്പൽ. പിക്ക് ഔട്ട് ദ കറക്റ്റ് ആർട്ടിക്കിൾ ആൻഡ് ഫിൽ ദ സെൻറ്റൻസ് ആപ്റ്റ്ലി. ആഫ്റ്റർ ഡാഷ് ഇയർ ഓർ ടു the question can be recognized, reconsidered. ഓക്കെ, അപ്പോൾ അവിടെ ഇയർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കൺസോണന്റ് സൗണ്ട് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ എ ആണ് വരുന്നത്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് കറക്റ്റ് ടെൻസ്. ദ ബെൽ ഡാഷ് റിംഗ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. ഓക്കെ, അതായത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് പറയുകയാണെങ്കിൽ അതിൽ ആദ്യം നടന്ന ആക്ഷൻ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നടന്നതിനെ ജസ്റ്റ് പാസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബെല്ലാണ് ആദ്യം അടിച്ചത്. അപ്പോൾ അവിടെ എന്ത് വരണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരണം. ഹാഡ് റങ് ആണ് വരേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്കൂളിലെത്തിയത്. റീച്ച്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഗിവ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹൂസ് സ്റ്റഡീസ് അബൌട്ട് സൺ, ദ മൂൺ, സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. ആസ്ട്രോണോമർ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ ഓപ്പോസിറ്റ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. സ്വാലി ലുക്ക്ഡ് cheerfully whereas സുമിൻ ലുക്ക്ഡ് ഡാഷ്. അതായത് ചിയർഫുൾ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗ്ലൂമി ആണ്. വിച്ച് ഈസ് ദ ആപ്റ്റ് സിനോണിം ഫോർ ദ വേർഡ് അണ്ടർലൈൻഡ്? വീക്കിൻ്റെ സിനോണിം എന്താണ്? ഫീബിൾ ആണ്. യൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. ലൂസ് ആണ്, LOSE. Pick out the correct sentence with the right phrasal verb for the underlined word. The doctor advised me to abandon smoking. Abandon എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. അതായത് സ്മോക്കിംഗ് ഒഴിവാക്കാൻ അഡ്വൈസ് ചെയ്തു എന്നാണ് വരുന്നത്. ഇനി 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. പിരിച്ചെഴുതുക. വെൺതിങ്കൾ
വെൾ അധികം തിങ്കളാണ് വെൺതിങ്കൾ ആയിട്ട് മാറുന്നത്. ആദേശസന്ധിക്ക് ഉദാഹരണം വിണ്ടലം ആണ്. അതായത് വിൺ അധികം തലം ആണ് വിണ്ടലം ആയിട്ട് മാറുന്നത്. തദ്ധിതത്തിന് ഉദാഹരണം വെണ്മ. വിപരീത പദം എഴുതുക. അഗ്രജൻ അവരജൻ. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്ന് പറയുന്നത് ആകപ്പാടെയുള്ള ഭംഗിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പദം ചൂടാമണി. ഇങ്ങനെയാണ് എഴുതുന്നത്. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യുവൽ ടു ദ ഫയർ. എരുതിയിൽ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം ഏത്? കവയിത്രിയാണ്. ഒറ്റപ്പദമാക്കുക. വർഷം തോറും. പ്രതിവർഷം എന്നുള്ളതാണ് വർഷം തോറും എന്ന ഇതിനെ ഒറ്റപ്പദമാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇനി 10 ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ മാൻ ഹൂ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻവെൻഷൻ ഓഫ് ഫസ്റ്റ് പ്രാക്ടിക്കൽ ടൈപ്പ് റൈറ്റർ. അതായത് ഫസ്റ്റ് പ്രാക്ടിക്കൽ ടൈപ്പ് റൈറ്റർ ഇൻവെൻറ്റ് ചെയ്ത ആളെന്ന് പറയുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ്. അപ്പം നമുക്കറിയാം ഇതിന് ആൻസറായിട്ട് എന്തുകൊണ്ട് ഹെൻറി മില്ല് വന്നില്ല എന്നുള്ളത്. അതായത് 1714 ഹെൻറി മില്ല് ഇതിന് വേണ്ടിയിട്ട്, അതായത് ടൈപ്പ് റൈറ്റർ പോലെയുള്ള ഒരു മെഷീന് എന്ത് ചെയ്തിട്ടുണ്ട്? പാറ്റന്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹമല്ല ഒരു ഫസ്റ്റ് പ്രാക്ടിക്കൽ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ടൈപ്പ് റൈറ്റർ പോലെയുള്ള ഒരു മെഷീൻ കണ്ടുപിടിച്ചെങ്കിലും അത് പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീനല്ല. പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീൻ കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ്. ഒഫീഷ്യൽ അബ്രീവിയേഷൻ യൂസ്ഡ് ഫോർ AR ആൻഡ് OD. ഇതിൻ്റെ ഒഫീഷ്യൽ അബ്രിവേഷൻ, അതായത് ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് അതോറിറ്റി. ഇനി നെയിം ദ സിമ്പൽ യൂസ്ഡ് ഇൻ ദ ടൈപ്പ് റൈറ്റർ കീബോർഡ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സിമ്പിൾസ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹാഷും ആസ്ട്രിക്കുമാണ്. ഇതിൽ പറഞ്ഞുള്ള സിമ്പിൾസ്. ഗൈഡ് കീസ് ഇൻ ദ ടൈപ്പ് റൈറ്റർ ആർ ഓപ്പറേറ്റഡ് ബൈ. ഗൈഡ് കീസ് ടൈപ്പ് റൈറ്ററിൽ ഏത് ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലിറ്റിൽ ഫിംഗർ ആണ്. അതുകൊണ്ട് തന്നെ ഗൈഡ് കീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫിംഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഗൈഡ് ഫിംഗേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ലിറ്റിൽ ഫിംഗേഴ്സ്. അതായത് ഗൈഡ് കീസ് എന്ന് പറയുന്നത് എയും സെമിക്കോളനും ആണ്. അതായത് ഹോം കീസിൽ വരുന്ന കീസാണ് എയും സെമിക്കോളനും. ഹോം കീസ് ഏതൊക്കെയാണ്? ASDF സെമിക്കോളൻ LKJ ആണ്. എന്തുകൊണ്ടാണ് ഹോം കീ എന്ന് പേര് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ റെസ്റ്റിലിരിക്കുമ്പോൾ ഇവിടെയാണ് ഫിംഗേഴ്സ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹോം കീസ് എന്ന് അറിയപ്പെടുന്നത്. ഹോം കീസിൽ ഉൾപ്പെടുന്ന 2 കീസാണ് എയും സെമിക്കോളനും. അതാണ് ഗൈഡ് കീ ആയിട്ട് അറിയപ്പെടുന്നത്. ദ പർപ്പസ് ഓഫ് ദ മെയിൻ സ്പ്രിംഗ് ഇൻ എ ടൈപ്പ് റൈറ്റർ മെഷീൻ. അതായത് ടൈപ്പ് റൈറ്റർ മെഷീനിലെ മെയിൻ സ്പ്രിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഫോർ പുള്ളിങ് ദ ക്യാരേജ് ടു ദ ലെഫ്റ്റ്. അതായത് ലെഫ്റ്റ് ഭാഗത്തേക്ക് ക്യാരേജിനെ പുള്ള് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സ്പ്രിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബെൽ റിംഗിങ് സൈൻ ഗിവൺ ബൈ ദ ടൈപ്പ് റൈറ്റർ ഈസ് ടു ഇൻഫോം യു ദാറ്റ്. അതായത് ടൈപ്പ് റൈറ്ററിൽ ബെൽ റിംഗിങ് സൈന് എന്തിനാണ് ഇൻഫോം ചെയ്യുന്നത്? അതായത് ആൻസർ ഓപ്ഷൻ എ ആണ്. ദ ലൈൻ യു ആർ ടൈപ്പിംഗ് ഈസ് അപ്രോച്ച് ടു ബി ഫിനിഷിംഗ് പോയിന്റ്. അതായത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ടൈപ്പ് റൈറ്റർ നമ്മൾ ടൈപ്പിംഗ് എത്താനായി എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ബെൽ റിംഗിങ് സൈൻ കിട്ടുന്നത്. ഓക്കെ. ദ കീ വിച്ച് വി ക്യാൻ ടൈപ്പ് ഓൾ ലെറ്റേഴ്സ് ഇൻ എ ക്യാപിറ്റൽ അറ്റ് എ സ്ട്രെച്ച് വിത്തൗട്ട് ഷിഫ്റ്റ് കീ ഓൾവേസ്. അതായത് ഈ ഷിഫ്റ്റ് കീസ് എപ്പോഴും പ്രസ് ചെയ്യാതെ നമുക്ക് ഒരു സ്ട്രെച്ചിൽ തന്നെ എല്ലാ ലെറ്റേഴ്സും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സ് മൊത്തം ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കീ ആണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ലോക്ക് കീ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഫോർ ടൈപ്പിംഗ് അപ്പർ കേസ് ക്യാരക്ടേഴ്സ് വി യൂസ് ഷിഫ്റ്റ് കീസ് ആണ് വരുന്നത്. ദ സിലിണ്ടർ ഓർ പ്ലേറ്റൺ ഓഫ് എ ടൈപ്പ് റൈറ്റർ ഈസ് മെയ്ഡ് ഓഫ് ബൈ. അതായത് സിലിണ്ടർ അല്ലെങ്കിൽ പ്ലേറ്റൺ, അതായത് സിലിണ്ടറിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലേറ്റൺ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. എ വുഡൻ റോളർ കവേർഡ് വിത്ത് സ്റ്റിഫ് കംപ്രസ്ഡ് റബ്ബർ. അതായത് ഒരു വുഡൻ റോളർ സ്റ്റിഫ് കംപ്രസ്ഡ് റബ്ബർ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നതാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.